രാഹുലെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടന്നൊരു മണ്ഡലമായിരുന്നു പേരാവൂര്. അവിടെ കെ ശൈലജ താൻ 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും കേരളത്തിൽ തുടർഭരണം വരുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കെ ശൈലജയുടെ ഇത്രയും വലിയൊരു കോൺഫിഡൻസിന് പിന്നിൽ? കോൺഫിഡൻസിൻ്റെ വിഷയമെന്ന് പറയുന്നത് ഇതിനു മുമ്പിട്ട് ഒരു തവണ കെ ശൈലജ അവിടെ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് മട്ടന്നൂരിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്താണെങ്കിലും കെ ശൈലജയെ വെച്ചിട്ട് ഇപ്പോൾ കണ്ണൂർ എന്ന് പറയുന്നത് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുത്തകയാണ്, കോട്ടയാണ്. അപ്പോൾ ആ കോട്ടയിലാണ് സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഇന്നത്തെ KPCC പ്രസിഡന്റ് അവിടെ ചെന്ന് നിന്ന് പണിയെടുത്തുണ്ടാക്കിയെടുത്തൊരു സാമ്രാജ്യമുണ്ട്. ആ സാമ്രാജ്യത്തിലാണ് അദ്ദേഹം നിലനിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ UDFൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവിടെ 10000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സണ്ണി ജോസഫ് വിജയിക്കുമെന്നാണ്. പക്ഷേ നമുക്കൊരിക്കലും കെ ശൈലജ എന്ന മുൻ ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കേരളം ആഗ്രഹിച്ചൊരു വ്യക്തി, അങ്ങനെ ഒരാളെ ചെറുതായി കാണാൻ പാടില്ല. ഇനി എത്ര വലിയ ഒഴുക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഇനി എത്ര വലിയ തരംഗമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, കെ ശൈലജ എന്ന് പറയുന്ന ഒരു ജനകീയ മുഖമുള്ള ആ ഒരു മുഖത്തെ നമ്മൾ ഒരിക്കലും തള്ളിപ്പറയാൻ പാടില്ല, അല്ലെങ്കിൽ ചെറുതാക്കി കാണാൻ പാടില്ല. കെ ശൈലജയുടെ ഒരു അല്ലെങ്കിൽ LDFൻ്റെ ഒരു പ്രവചനം അല്ലെങ്കിൽ അവരുടെ ഒരു കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കെ ശൈലജ ആ മണ്ഡലത്തിൽ വിജയിക്കുമെന്നാണ്. ഇപ്പോൾ ഏത് പാർട്ടി വിജയിച്ചാലും അവിടെ ശക്തമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. ഏത് പാർട്ടി വിജയിച്ചാലും ഏകദേശം ഒരു 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അല്ലെങ്കിൽ 3000 തൊട്ട് 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരിക്കും വിജയിക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ട് പാർട്ടിയും ശക്തമായിട്ടുള്ള കോൺഫിഡൻസിലാണ്. നമ്മൾ എല്ലാ മണ്ഡലങ്ങളും 140 മണ്ഡലങ്ങൾ എടുത്തു വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാലും ഈ മണ്ഡലങ്ങളിലെല്ലാം രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ ശക്തമായിട്ടുള്ള കോൺഫിഡൻസ് നിലനിൽക്കുന്നുണ്ട്. തോൽക്കുമെന്ന് പറയുന്ന, ഇപ്പോൾ നമ്മൾ മന്ത്രിമാരുടെ കണക്കെടുത്ത് വെച്ച് കഴിഞ്ഞാൽ 100% വിജയിക്കുമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ മണ്ഡലത്തിൽ പോലും ഇപ്പുറത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് കോൺഫിഡൻസോടെ നിൽക്കുകയാണ്. കാരണം എന്താണ്? ഇപ്പോൾ അബ്ദുൾ റഷീദ് വി പി പറയുന്നത് ഇത്രയും വർഷമായിട്ട് ഈ ധർമ്മടം മണ്ഡലത്തിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ സഖാവ് എന്താണ് കൊണ്ടുവന്നത്, ഇത് ചോദിച്ചുകൊണ്ട് അദ്ദേഹം എല്ലാ കവലകളിലും പ്രസംഗം നടത്തി നമ്മൾ കണ്ടതാണ്. ഇത് ആ മണ്ഡലത്തിൽ നിഴലിക്കുന്നുണ്ട് എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ വരെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ 97,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സഖാവ് പിണറായി വിജയൻ അവിടെ നിന്ന് വിജയിച്ചത്. അത് ഒരു പകുതിയായിട്ട് കുറയ്ക്കുകയാണെങ്കിൽ പോലും അത് വലിയൊരു മത്സരം നടന്നു എന്നതിൻ്റെ സൂചനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അബ്ദുൾ റഷീദ് വി പി ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ കുറച്ച് ചുറ്റളവിൽ നിന്നാണ് ബോംബുകളും കത്തികളും അത്തരത്തിലുള്ള ആയുധ ശേഖരങ്ങളൊക്കെ കണ്ടെത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആക്രമണത്തിന് തയ്യാറായിട്ട് നിൽക്കുന്ന LDF മുന്നണി, അല്ലെങ്കിൽ LDF ആണ് എന്ന് ഉറപ്പിച്ചിട്ടില്ല, ഒരു ആക്രമണത്തിന് മുന്നിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ തൻ്റെ ചുറ്റിനുമുണ്ട്. അതുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് CCTV പരിശോധിക്കുന്നതും അല്ലെങ്കിൽ CCTV വെക്കുന്നതും ബൂത്ത് ഏജന്റുമാരുടെ വീട്ടിലൊക്കെ CCTV വെക്കുന്നതുമായി ഇപ്പോൾ പോലീസ് തന്നെ CCTV വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കവലയിലെ എല്ലാ കവലകളിലും CCTV വെക്കുന്നൊരു സാഹചര്യം പോലീസ് എത്തി. അപ്പോൾ എന്ന് പറയുന്നത് രണ്ടു പേർക്കും കോൺഫിഡൻസ് ഉണ്ട്. അബ്ദുൾ റഷീദ് വി പിയെ പോലും നമ്മൾ ചെറുതാക്കി കാണാൻ പാടില്ല. അല്ല രാഹുലെ, ശൈല ടീച്ചർ ഒരു പ്രസ്താവന കൂടി ഇറക്കിയിട്ടുണ്ട്. പൊളിറ്റിക്കലായി, അതായത് രാഷ്ട്രീയപരമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് LDFന് മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കൂ. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് UDFന് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. കേരളത്തിൽ രാഷ്ട്രീയപരമായി ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വിജയിക്കുമെന്നും തുടർഭരണം വരുമെന്നുമാണ് ടീച്ചർ വീണ്ടും ഊന്നി പറയുന്നത്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിലാണ് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമുള്ളത്. എവിടേക്ക് എന്ന് കഴിഞ്ഞാലും രാഷ്ട്രീയമുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും രാഷ്ട്രീയം കാണുന്ന പൊളിറ്റിക്സ് ഉണ്ട്. ഒരു സർക്കാർ സംവിധാനത്തിലുള്ള സർക്കാർ ജീവനക്കാരൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പോലും അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ കാണും. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പിട്ടായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ടാണ്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ടാണ് റേഷൻ കാർഡ് വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്നതും. പക്ഷേ ആ റേഷൻ കാർഡ് നിർജീവമാക്കി കളഞ്ഞു, അല്ലെങ്കിൽ റേഷൻ കാർഡ് അയോഗ്യമാക്കി കളഞ്ഞു. അങ്ങനെ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് വോട്ടില്ല എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് രാഷ്ട്രീയ വൈരാഗ്യം, അതായത് ഈ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമാണ് നമ്മൾ ഓരോ സംവിധാനങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ കേരളം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ കേരളത്തിൽ ഇവിടെ ചെറിയ സ്ഥാപനം തൊട്ട് ഏത് വലിയ സ്ഥാപനമാണെങ്കിലും ഒരു സർക്കാർ സംവിധാനമാണെങ്കിൽ അവിടേക്ക്
പിൻവാതിലിലൂടെ രാഷ്ട്രീയക്കാരെ തിരികെ കയറ്റി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ വരെ പിൻവാതിൽ നിയമനം വഴി രാഷ്ട്രീയക്കാരെ തിരഞ്ഞു കയറ്റുന്നത് നമ്മൾ കണ്ട കാലമായിരുന്നു ഈ കാലങ്ങൾ അത്രയും. അപ്പോൾ കൃത്യമായിട്ട് രാഷ്ട്രീയമുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും രാഷ്ട്രീയപരമായിട്ടാണ് ചിന്തിക്കുന്നത്. ഈ രാഷ്ട്രീയപരമായി ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലും LDF തന്നെ അധികാരത്തിൽ വരികയാണെങ്കിൽ ആ പാർട്ടി അതോടെ നശിക്കും, കേരളത്തിൽ അരക്ഷിതാവസ്ഥയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള തിരിച്ചറിവ് ആ പാർട്ടിക്കുള്ളിലെ രാഷ്ട്രീയം ചിന്തിക്കുന്ന ഒരു തലമുറയ്ക്കുണ്ടാകുന്നതുകൊണ്ടാണ് ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നത്. ഈ ഭരണമാറ്റം രാഷ്ട്രീയമായി ചിന്തിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് എന്ന് ശൈലജ ടീച്ചർ മനസ്സിലാക്കേണ്ടതുണ്ട്. ടീച്ചർ പറയുന്നത് രാഷ്ട്രീയപരമായി ചിന്തിക്കുന്നവരുടെ വോട്ടുകൾ മുഴുവൻ LDF വീഴുകയുള്ളൂ, അത് കാരണം കൊണ്ടാണ് LDF തുടർഭരണം വരുന്നതെന്നാണ് ടീച്ചർ പറയുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. കേരളത്തിലെ ജനങ്ങൾ അത്രയും രാഷ്ട്രീയപരമായി തന്നെയാണ് ചിന്തിക്കുന്നത്. ഈ കഴിഞ്ഞ 5 വർഷം ഈ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള ഭരണം, ആ ഭരണത്തിൻ്റെ വിധി നിശ്ചയം കൂടിയായിരിക്കും ഇത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എത്ര മന്ത്രിമാർ വിജയിക്കുമെന്നുള്ള ചർച്ചകൾക്ക് മുതിരുന്നത്? ഈ കാലത്ത് അത്രയും നമ്മൾ കണ്ടിട്ടില്ല. ഇത്ര മന്ത്രിമാർ തോക്കും. ഇവിടെ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു 1 ഡസൻ മന്ത്രിമാർ തോൽക്കുമെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഒരു ശബ്ദമുണ്ടാകുന്നത്? ഇവിടുത്തെ മന്ത്രിമാർ ഫ്ലോപ്പ് ആയതുകൊണ്ടല്ലേ. അങ്ങനെ മന്ത്രിമാർ ഫ്ലോപ്പായ ഒരു സംവിധാനത്തിൽ ഇവിടുത്തെ ജനങ്ങളും രാഷ്ട്രീയപരമായി തന്നെ ചിന്തിക്കും. ആ രാഷ്ട്രീയപരമായി ചിന്തിക്കുന്നതിൻ്റെ ഉത്തരമായിരിക്കും 4-ാം തീയതി നാളെ നമുക്ക് കാണാൻ കഴിയുന്നത്. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മളിപ്പോഴും പറയും ഒരു LDF ഉണ്ടാവും, അല്ലെങ്കിൽ UDF ഉണ്ടാവും, ഒരു തൂക്ക് മന്ത്രിസഭ ഉണ്ടാവും, ഒരു 70, ആ ഒരു കണക്കിൽ തന്നെയാണ് 70-80 എന്ന് പറയുന്ന കണക്കിൽ തന്നെയാണ് LDFനെയും UDFനെയും ഒക്കെ നമ്മൾ തളച്ചിടുന്നത്. പക്ഷേ എൻ്റെ കണക്കൂട്ടലനുസരിച്ച് എങ്ങനെയാണോ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പോലും അറിയാത്ത, നമ്മൾ പോലും ചിന്തിക്കാത്ത ഒരു തരംഗം UDFനുണ്ടായത്, ആ ഒരു തരംഗം അടിയിൽ കൂടെ UDFനുണ്ടാകുന്നുണ്ട്. അത് നാളത്തെ തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ പ്രതിഫലിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ചിലപ്പോൾ 100 സീറ്റ് പ്ലസ് എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക നമ്പർ മാത്രമല്ലാത്ത ഒരു കാലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.